എല്ലാവർക്കും ഒരു വളക്കാപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ നല്ല കളർഫുള്ളിലാണല്ലേ നമ്മുടെ വീഡിയോ ഇന്നത്തെ സ്റ്റാർട്ടിങ്. സത്യം പറഞ്ഞ ഇത് എന്റെ വളക്കാപ്പല്ല, എന്റെ ഒരു ആഗ്രഹത്തിന് എന്റെ വളക്കാപ്പ് കൂടി ചെയ്തു എന്നതാണ് സത്യം. ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ തുറന്ന വളക്കാപ്പും ബർത്ത്ഡേ സെറമണി എല്ലാം ഒരു സെലിബ്രേഷൻ അല്ലേ, അതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത്. മെയിൻ ആയിട്ടുള്ള നമ്മുടെ താരങ്ങളാണ് ഇവര്. അപ്പൊ നീതി ചേച്ചിന്റെ വളക്കാപ്പാണ് കേട്ടോ, ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വളക്കാപ്പ് എന്ന ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്വന്തം നീതി ചേച്ചിയുടെ ആയതുകൊണ്ട് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ഒരു സമയത്ത് വളക്കാപ്പിന്റെ സമയത്ത് കൂട്ടിക്കൊണ്ടുപോലെ 7-ാം മാസം അതൊരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ ഫുഡൊക്കെ തന്ന് എല്ലാവരും മധുരം തരിക, അത്ര മാത്രമാണ് കേട്ടോ ഉണ്ടാവാറ്. കുഞ്ഞൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ, നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട്, അതുകൊണ്ടാവുമ്പോൾ ഭയങ്കര ഹറിബറിയോ തിരക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു രസത്തിൽ ലഘുവായിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ പോലെ അങ്ങോട്ട് ഫീൽ ചെയ്തേ. കസിൻസ് എന്തായാലും കുറച്ച് പേര് ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സാരി കൊടുത്തിട്ടാണ് കേട്ടോ ചേച്ചിമാർ വന്നതേ. വളക്കാപ്പാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാലേ, വളക്കാപ്പിന് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് കൂടി കാണിച്ചു തരട്ടെ. വിളക്കിന്റെ മുന്നിൽ മഞ്ഞളും ചന്ദനും കുങ്കുമവും സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ട് നെല്ലൊക്കെ വെച്ചിട്ടുണ്ടാവേ. പിന്നെ അതൊന്ന് നമുക്ക് മഞ്ഞൾ തൊട്ട് കൊടുക്കുക, സ്വീറ്റ്സ് കൊടുക്കുക, അങ്ങനെ കുറച്ച് കലാപരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ പറയാട്ടോ. ഇതാണ് നമ്മുടെ വിളക്കാപ്പിന് വന്ന ആൾക്കാരെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ വെല്ലിച്ചനെ ഞാൻ പ്രത്യേകം കാണിച്ചു തരാണ് കേട്ടോ. നമ്മുടെ കസിൻസ് ആണ്. ഞങ്ങൾ വളക്കാപ്പ് നടക്കുന്നത് മാറി നിന്ന് നോക്കായിരുന്നു, കൂടെ നമ്മുടെ വ്ളോഗിനുള്ള കുറച്ച് വീഡിയോസും കൂടി എടുക്കായിരുന്നേ. അമ്മമാരുടെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഊഴായെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഫസ്റ്റ് ചേച്ചിമാർ ചെയ്തു, പിന്നെ കൂടെ ഞങ്ങളും പോയിട്ടോ. ഞങ്ങളും ഇതുപോലെ കുപ്പിവെള്ളം ഇട്ട് കൊടുക്കാനും ചന്ദനം തേച്ച് കൊടുക്കാനും മുഖത്ത് മഞ്ഞൾ തേച്ച് കൊടുക്കാനും നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ എനിക്കൊരു പുതിയൊരു അനുഭവമാണ്, കൂടാതെ നല്ലൊരു ഹാപ്പിനെസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കയ്യിൽ വള ഇടുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കുട്ടികൾ വയറിൻ്റെ ഉള്ളിൽ ഈ വളയുടെ കിളുക്കം തമ്മിൽ ഭയങ്കര ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കത് കേൾക്കാം എന്നൊക്കെയാണ് ഈ കുപ്പിവെള്ളം ഇടുന്നതിൻ്റെ ഒരു പറഞ്ഞു വരുന്നത്. എനിക്കിങ്ങനെയാണ് അറിയുള്ളൂ. ഇനി കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ വക വളട്ട് കൊടുക്കലും മഞ്ഞൾ തേക്കലും കഴിഞ്ഞു കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ അത് അവർക്ക് നല്ലൊരു സന്തോഷം കിട്ടും കേട്ടോ. ഈ സമയത്തിൽ സന്തോഷിച്ച് ഇരിക്കണം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം ഞാൻ റിവീൽ ചെയ്യാൻ പോവാണേ. വളക്കാപ്പ് നേരിയ സ്ഥലം നിങ്ങൾ കണ്ടോ, അവിടെ 2 കുഞ്ഞിക്കാല്. അതെ, നമ്മുടെ നീതു ചേച്ചിക്ക് ഇരട്ട കുട്ടികളാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു വിളക്കാപ്പിൽ ഇരട്ടി സന്തോഷം കൂടി നമുക്ക് തരുന്നത്. പൊതുവേ നമുക്ക് ഗർഭിണികളെ കണ്ടാൽ തന്നെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നെങ്കിലും അത് ഇരട്ട കുട്ടികളാകുമ്പോൾ ആ ഇഷ്ടം ഇരട്ടിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. നീതു ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ ഞാനും പറഞ്ഞ ചേച്ചി എന്നും ഈ ഒരു വളക്കാപ്പിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഈ ഒരു വളക്കാപ്പിന് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ ഫോട്ടോസ് എടുക്കണം, സാരി എടുത്ത് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ വളക്കാപ്പും അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് നടന്നതാണേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. പിന്നെ അത് അമ്മയും ചേച്ചിയും പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഫോട്ടോസ് എടുത്ത് വെക്കുക എന്നുള്ളതിന് വലിയ കാര്യം, കാരണം നമുക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ഓർമ്മയുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന ഒരു സെക്ഷൻ അവിടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഫോട്ടോസ് എടുക്കുന്നത് നോക്കിയിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തായിരുന്നു നീച്ചിട്ട് കല്യാണം ഉണ്ടായത്. ആ ഒരു വ്ളോഗും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലില്. എൻഗേജ്മെന്റിന്റെ വ്ളോഗ്, പിന്നെ കല്യാണത്തിന് 2-3 വ്ളോഗ്, അതൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സീമന്തിന്റെ ഒരു വീഡിയോയും ചേർക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് പ്ലാൻസ് ഉണ്ടെന്ന്, അതിലൊന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഫോട്ടോസ് എടുക്കണം എന്നുള്ളത്. ബാക്കി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. പിന്നെ നമ്മൾ ലവ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഞാനും പറഞ്ഞേച്ചി ഞാൻ വയറിൻ്റെ മുകളിൽ 2 ബേബീസ് ആയതുകൊണ്ട് തന്നെ 2 ലവ് വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു ഭയങ്കര പ്രഷ്യസ് ആയൊരു മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഔട്ട്ഡോർ ഷൂട്ടും കഴിഞ്ഞു എന്നൊക്കെ പറയാട്ടോ. പിന്നെ ഞങ്ങള് ഉച്ചയായപ്പോൾ ഒരു ഫുഡ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു
വൈൻഡപ്പ് കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകാം. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പറമ്പിൽ വന്നിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ഉണ്ണിക്കുട്ടന്മാർ വന്നിട്ട് ഫോട്ടോ കാണിച്ചു തരാണ്. നീ ചേച്ചിക്ക് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത ഒരു ക്യാമറയെ കൊണ്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ കണ്ടത്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മളിത് ആ വീട്ടിലോട്ട് നടന്ന് മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാ കൺമണി എന്ന ഫിലിമിലുള്ള പെൺപൂവേ ആൺപൂവേ എന്ന് പറഞ്ഞൊരു ഫിലിം സോങ് ഏതോ ഗൈസ്, അത് കിട്ടുന്നില്ല വട്ടവർ. ഈ ഒരു റീലും കൂടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ വളക്കാപ്പൊന്ന് ഫിനിഷായി എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ തോന്നിയത് കേട്ടോ. കാരണം ഞങ്ങൾ അത്രയും എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കുറേ പേര് ആദ്യമൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഡാൻസും കാര്യങ്ങളും മുകളിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെറസിൻ്റെ മുകളിൽ. അതുകൊണ്ട് ഞങ്ങൾ മാത്രം കുറച്ച് വൈകി ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേണം. എല്ലാവർക്കും ബൈ.